നമ്മുടെ നാട്ടിലെ സാധാരണ ചായക്കടകളിൽ ഇരുന്ന് രാഷ്ട്രീയമൊക്കെ പറയാറുണ്ട്. പലതരത്തിലുള്ള ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ സംവാദങ്ങളും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ തർക്കങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ള ചായക്കടകളിൽ സജീവമായിട്ട് നമ്മൾ ചെയ്തു വരാറുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വോട്ടിനകത്ത് നടക്കുന്ന ചില കൃത്രിമങ്ങൾ. പല രീതിയിലാണ് ചർച്ചകൾ ഉള്ളത്. ചിലപ്പോൾ ചിലർ പറയും വോട്ടിംഗ് മെഷീനകത്ത് കംപ്ലൈൻസ് ഉണ്ട്, മറ്റു ചിലർ പറയും കൃത്രിമമായിട്ട് വോട്ട് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളൊരു ചിഹ്നത്തിലാണ് കുത്തുന്നതെങ്കിൽ അത് വേറൊരു ചിഹ്നത്തിലേക്കാണ് പോകുന്നത്, അങ്ങനെയാണ് അവിടെ അവർ ജയിക്കുന്നത് ഇവർ ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ നമ്മളിങ്ങനെ ഈ ചർച്ച പറഞ്ഞ് നമ്മൾ നമ്മുടെ ജോലികളിലേക്കൊക്കെ പോകും. ഇതിന് അത്രമാത്രമൊക്കെ ഉള്ളൊരു പ്രസക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കാര്യം വളരെ ഊർജിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന രീതി നമ്മൾ പറയുന്നത് പോലെ ബ്ലൈൻഡ് ആയിട്ടല്ല, ആ വിഷയത്തെ പറ്റിയിട്ട് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം തെളിവുകളോടുകൂടി ഏകദേശം ഒരു വലിയ പ്രോസസ്സിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ട് ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ള നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമുള്ള ആരോപണങ്ങളാണ്. ശരിക്കും ജനാധിപത്യത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സർവ്വജനങ്ങൾക്കും തന്നെ വലിയൊരു കരിനിഴലാകാൻ സാധ്യതയുള്ള അത്രയും വലിയ ഒരു ആരോപണം, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കൂങ്ങിപ്പോകുന്ന ഒരു ആരോപണം. അതായത് വോട്ട് കൃത്രിമമായി ചെയ്യുക, ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് നേടുകയും അധികാരത്തിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യം. ഇതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എത്രമാത്രം സത്യങ്ങളുണ്ട്, ഇത് എത്രമാത്രം ഇനി മുന്നിലേക്ക് പോകുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താകും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് പൊതുവെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഈ ഒരു വലിയ പ്രഖ്യാപനത്തോടു കൂടി സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഇനി മുന്നിലേക്ക് അതീവ ജാഗ്രതയായിട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം പിടിക്കപ്പെട്ടു തുടങ്ങിയാൽ നമ്മൾ ഇതിന് പുറകിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊരു വലിയ വിവാദമാകുമെന്നും ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ തോന്നി തുടങ്ങിയാൽ ഇലക്ഷൻ കമ്മീഷന്, ഏത് ഇലക്ഷൻ കമ്മീഷനാണോ ഇനി വരാൻ നിൽക്കുന്നത്, അവർക്ക് ഇതിൽ കൂടുതൽ ജാഗ്രത, കൂടുതൽ ശ്രദ്ധ പുലർത്താനേ പറ്റൂ. എന്നിട്ടും എന്തെങ്കിലും രീതിയിലുള്ള മറ്റ് തരികിടകൾ നടക്കുകയാണെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് അതീവമായ ജാഗ്രത നമുക്കിനി പ്രതീക്ഷിക്കാം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ ആശാവഹമായി മാറാൻ രാഹുൽ ഗാന്ധിയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇതിനു മുൻപ് കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ, അത് അന്വേഷണങ്ങൾ മുൻപോട്ട് പോകും. അദ്ദേഹം കർണാടകയിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് റഫറൻസിനായിട്ട് പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള കള്ളവോട്ടുകൾ ഏകദേശം 1,250,000 വോട്ടുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏതെല്ലാം രീതിയിലാണ് അവിടെ കള്ളവോട്ടുകൾ നടന്നതെന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ അക്കമിട്ട് അദ്ദേഹം പറയുന്നു. വ്യാജ വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടുകൾ, അതുപോലെ ഒരു ബെഡ്റൂമിന്റെ അഡ്രസ്സിനകത്ത് 40ഓളം ആളുകളുടെ അഡ്രസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് എത്രത്തോളം ഇത് സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടുള്ള ഇനിയുള്ള തുടർ അന്വേഷണങ്ങളിൽ നിന്നായിരിക്കും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് വിലയിരുത്തപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. എന്തായാലും ഇലക്ഷൻ കമ്മീഷനോട് ഇതിന്റെ കോപ്പികൾ, ഈ വോട്ടർ ലിസ്റ്റിന്റെ കോപ്പികൾ, അത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ലാത്തത് കൊണ്ടാണ് 6 മാസം നീണ്ട പ്രോസസ്സിൽ ഇവരുടെ ടീം ഇത്രയും ഡീപ്പായിട്ട് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ കർണാടകയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് 2-3 ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റുകൾ ഇപ്പോൾ അവർ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ്. കാരണം നാട്ടിലുള്ള യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ഇതിനകത്ത് സത്യമുണ്ടോ, അങ്ങനെയാണോ സംഭവിച്ചത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിന്റെ ഭാഗമായി അവർ അതെല്ലാം മാറ്റി ബ്ലോക്ക് ചെയ്ത് വെബ്സൈറ്റ് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു പൗരന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അവകാശം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ അമേരിക്കൻ വിഷയത്തിൽ രാജ്യമെടുത്തിട്ടുള്ള നിലപാടിനോട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നിലേക്ക് പോവുകയാണ്. ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുറം ലോകത്തേക്ക് വിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.